ഹേ ഗായ്സ്, അപ്പോൾ സിമ്പിളായിട്ടൊരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മെറ്റീരിയൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മുടെ കുണ്ടൻ സ്റ്റോൺ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഐ ഡ്രോപ്പ് പോലെ ഇരിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്റ്റഡ് വേണം, പിന്നെ ഗോൾഡൻ ബീഡ് വേണം, ഗിയർ ലോക്ക് വേണം, ഐ പിന്ന് വേണം. അപ്പോൾ നമ്മുടെ ഈ ചെയിൻ ഉണ്ടാക്കുന്ന ഒരു ഇൻവിസിബിൾ ചെയിനിൻ്റെ ഈ ഒരു വയറും വേണം. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് നമ്മൾ OHP ഷീറ്റിലാണ് ചെയ്തെടുക്കുന്നത്. ഗ്ലൂ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പെൻഡൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ടൈപ്പിലുള്ള ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കുറച്ച് ചെറുതായിട്ടാണ് നമ്മൾ സ്റ്റഡും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ചുറ്റും ഇങ്ങനെ ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ച് ഫ്ലവർ ടൈപ്പിന് ആക്കിയെടുക്കുക. അതിനുശേഷം ഇത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു OHP ഷീറ്റിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിലും ഹെവി ലുക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിനാണിത്. അപ്പോൾ ഇത് രണ്ടും കൂടി പെയർ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല എലഗൻറ്റ് ലുക്കൊക്കെ കിട്ടും. ഫോൺസൊക്കെ കയ്യിലിരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം ഞാനിത് ഇവിടെ ചെയ്തെടുത്തിട്ട് അതിനുശേഷം ഇത് കട്ട് ചെയ്തിട്ട് ഐ പിന്നും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വയർ എടുത്തിട്ട് അതിലിങ്ങനെ ഗിയർ ലോക്ക് ഇട്ടിട്ട് ഈ ഒരു റിങ്ങും കൂടി ഇട്ട് ഇങ്ങനെ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഈ ബീഡും ഈ ഒരു പെൻഡൻറ്റും കൂടി കൊടുത്തെടുത്തിട്ട് പിന്നീടാണ് നമ്മൾ ലാസ്റ്റ് ഹൂക്കും കൂടി കൊടുത്തിട്ട് ഗിയർ ലോക്ക് ഇട്ടെടുക്കുന്നത്. അപ്പം നമ്മൾ പെൻഡൻ്റ് ആയിരുന്നാലും സ്റ്റഡ് ആയിരുന്നാലും ചെയ്തെടുത്തതിന് ശേഷം ഐ പിന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ട് താഴെയായിട്ട് ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. മുത്തൊന്നും കൊടുത്തിട്ടില്ല, കുങ്കുരുവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്ത് ഐ പിന്ന് ഒട്ടിച്ചതിന് ശേഷം വാക്സ് സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം കുങ്കുരു ഇട്ട് എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇൻവിസിബിൾ ചെയിൻ അല്ലാണ്ട് ഇത് നമുക്ക് സ്റ്റഡ് മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിൾ സ്റ്റഡൊക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇയറിങ്സ് ഒക്കെ ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭയങ്കര ഹെവി ആയിട്ടൊന്നും ആദ്യം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ സിമ്പിളായിട്ടുള്ളതൊക്കെ ചെയ്ത് പരീക്ഷിച്ചിട്ട് നമുക്ക് ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ദേ ഇവിടെ ഹൂക്കും കൂടി കൊടുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഗോൾഡൻ ബീഡും ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു വൈറ്റ് ബീഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഗിയർ ലോക്കും കൂടി ഇട്ടിട്ട് അങ്ങനെ അതൊന്ന് പെൻഡൻറ്റിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ത്രെഡില്ലേ അത് നമ്മുടെ കഴുത്തിൽ എത്രയാണോ നമുക്ക് ലോങ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ചോക്കർ മാതിരി കിടക്കുന്നതാണെങ്കിൽ അങ്ങനെ അത്രയും അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫൈനൽ ലുക്ക് ഇത് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ സൺലൈറ്റിൻ്റെ വെച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല, മഴ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഉള്ള വെളിച്ചത്തിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റ്സും തരാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.